എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിലെ സ്ലാബ് റേറ്റ് ആണ്. അതുപോലെ തന്നെ അത് നമുക്കൊന്ന് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാം. എത്ര ഇൻകം ഉള്ളവർ വരെ ടാക്സ് പേ ചെയ്യണം. പിന്നെ ഒരു 12 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നേരം 12 ലക്ഷം വരെ ഉള്ളവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമുക്ക് അന്നേരം ഈ ബഡ്ജറ്റിലെ സ്ലാബ് റേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 0 to 4 lakh വരെ നില്ലാണ് പറഞ്ഞേക്കുന്നത്. 4 to 8 lakh 5%, 8 to 12 lakh 10%, 12 to 16 lakh 15%, 16 to 20 lakh 20%, 20 to 24 lakh 25%, എബോവ് 20 lakh 30%. ഇങ്ങനെയാണ് നമ്മളെ സ്ലാബ് റേറ്റ് വരുന്നത്. അന്നേരം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, 4 ലക്ഷം വരെ ഒരു വ്യക്തി വരുമാനം അയാളുടെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനല്ല. അതായത് ഇൻകം ടാക്സ് നില്ലാണ് പറഞ്ഞിരിക്കുന്നത്, ടാക്സ് നില്ലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കേസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 12 ലക്ഷം വരെ ഒരാൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ ടാക്സ് നില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇത് തമ്മിൽ പലർക്കും ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ 4 ലക്ഷം വരെ നില്ലാണ്, 12 ലക്ഷം വരെ നില്ലാണ്. അന്നേരം ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരിപ്പം ബിസിനസ്സിൽ നിന്ന്, അതായത് നമുക്ക് 5 ഹെഡ് ഉണ്ടല്ലോ. ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ബിസിനസ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതർ സോഴ്സസ് ഉണ്ട്. ഇത്രയിൽ നിന്ന് നമുക്ക് 4 ലക്ഷം വരെയാണ് ഇൻകം ഏൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അന്നേരം നമുക്ക് ടാക്സ് പേ നമ്മൾ ബാധ്യസ്ഥനല്ല. പിന്നെ ഇപ്പം 4 ലക്ഷത്തിന് മുകളിലാണ്, പക്ഷെ 12 ലക്ഷത്തിന് താഴെയാണ്. അപ്പം നമ്മൾ ഈ 4 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതായത് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേങ്കിൽ നമ്മളുടെ ഇൻകം 12 ലക്ഷത്തിന് താഴെ ആയതുകൊണ്ട് നമുക്ക് 87A പ്രകാരമുള്ള റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഈ റിബേറ്റ് പ്രകാരം അന്നേരം നമ്മൾ 12 ലക്ഷം വരെ നമുക്ക് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അത് കമ്പൽസറി ആണ്. പക്ഷേ നമുക്ക് ടാക്സ് ഉണ്ടാവില്ല. പിന്നെ എത്രയാണോ എമൗണ്ട് വരുന്നത് അത്രയും നമുക്ക് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അന്നേരം ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അപ്പം എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഉണ്ട്. അയാളുടെ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 lakh ആണ്. അന്നേരം ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല, നില്ലാണ്. പിന്നെ 4 to 8 lakh 5%, അത് എമൗണ്ട് ഏകദേശം 20,000 രൂപ വരുന്നുണ്ട്. ദെൻ 8 to 12 lakh 10%, അത് 40,000 വരുന്നുണ്ട്. അന്നേരം ടോട്ടൽ എക്സ് എന്ന് പറഞ്ഞ പേഴ്സൺ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60,000 ആണ്. പക്ഷേങ്കിലും ഇയാളുടെ ഇൻകം 12 lakh താഴെ ആയതുകൊണ്ട് അയാൾക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഈ 60,000 എന്ന് പറഞ്ഞിട്ടുള്ള രൂപ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം 12 lakh താഴെ ആയതുകൊണ്ട് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അന്നേരം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അന്നേരം ഇപ്പം ഇനിയിപ്പോൾ ഇയാൾ ഒരു 16 lakh ആണ് ഇയാളുടെ വരുമാനം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ സ്ലാബ് റേറ്റിൽ 0 to 4 lakh നമ്മൾ നില്ലാണ്. 4 to 8 lakh 5%, അത് 20,000 വരും. പിന്നെ 8 to 12 lakh 10%, അത് 40,000 വരും. അതുപോലെ തന്നെ 12 to 16 lakh 15%, അത് 45,000 വരും. ടോട്ടൽ ഇയാളുടെ ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,05,000 ആണ്. ഓക്കെ, അന്നേരം ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 12 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇവിടെയോ ഇൻകം വരുന്നത് 12 ലക്ഷത്തിന് മുകളിലാണ്. അന്നേരം 12 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും വിചാരിക്കുന്നത് എന്താ അറിയോ, പിന്നെ ഇപ്പം 12 lakh വരെ റിബേറ്റ് ക്ലെയിം ചെയ്യാം. അന്നേരം ബാക്കിയുള്ള എമൗണ്ട്, അതായത് 12 lakh മുകളിലുള്ള ബാക്കി 4 ലക്ഷത്തിന് മാത്രം ടാക്സ് പേ ചെയ്താൽ പോരേന്ന്. പക്ഷെ അങ്ങനെയല്ല. 12 lakh മേലെയാണ് നമ്മളെ സാലറി അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ആ മുഴുവൻ എമൗണ്ടിനും ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരും ഒന്ന് ഓർക്കുക. അന്നേരം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടോട്ടൽ അയാളുടെ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,05,000 ആണ്. അതാണ് അയാളുടെ
എത്രയാണോ ടാക്സ് കൊടുക്കാനുള്ളത് അതിൻ്റെ പുറമെയായിട്ട് അയാൾ ഒരു സെസ് 4% കൂടെ കൊടുക്കണം. ഈ 1,05,000 കൂടെ സെസ് ഒരു 4% കൂടെ ആഡ് ചെയ്ത്, അതായത് 4,200 വരും. അതും കൂടെ ആഡ് ചെയ്ത് 1,09,200 റുപ്പീസ്, അതായത് 1,09,200 രൂപ ഇയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൽ വേറൊരു കേസും കൂടെ ഉണ്ട്. നമ്മളുടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പം ഒരു സാലറീഡ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അയാൾ 12,75,000 വരെ പിന്നെ അയാളുടെ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റിബേറ്റ് 87A പ്രകാരമുള്ള ക്ലെയിം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇൻകം ഫ്രം സാലറിയിൽ പഠിച്ചാണല്ലോ. ഇൻകം ടാക്സ് എല്ലാവർക്കും ഏകദേശം മനസ്സിലായതിൻ്റെ എക്സാമ്പിളിലൂടെ എല്ലാവർക്കും കുറച്ചുകൂടെ നന്നായിട്ട് സാലറി കഴിഞ്ഞു തന്നെയാണ് വിചാരിക്കുന്നത്. 75,000 രൂപ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12